ഇക്കാലം കുറെ ചെറിയ ഫോണുകൾ. ഈ ചെറിയ ഫോണ് ജപ്പാന്റെ ബെൽമുഡ എന്ന് പറഞ്ഞ ഫോണ്. ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു കാര്യം പറഞ്ഞത് S25 അൾട്ര പുതിയത് 1,40,000 രൂപ. ഇത് ബെൽമുഡന്റെ ഫോണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇതിന്റെ ക്യാമറ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ S25 അൾട്രനായിട്ട് ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവും. 12,500 രൂപ വരുന്ന ഫ്രഷ് ഫോണായ ഈ ബെൽമുഡന്റെ ക്യാമറയ്ക്ക് വെറും 12,500 രൂപ. അതായത് സാധാരണക്കാരന് അൾട്രാ സീരീസ് ഒക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്വപ്നമായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുക, അതേ ക്യാമറ ക്ലാരിറ്റി ഉള്ള ബെൽമുഡന്റെ ഫോൺ വെറും 12,500 രൂപയ്ക്ക് ഇപ്പൊ ബിഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് യൂസ്ഡും വരുന്നുണ്ട്, ഫ്രഷും വരുന്നുണ്ട്. യൂസ്ഡ് ഏതാണ്ട് 9,500 10 റേഞ്ചിലാണ് മാർക്കറ്റിൽ വരുന്നത്. ഇത് ഉപയോഗിക്കാത്ത ഫ്രഷ് പീസ് ആണ്. ഇതിന് വരുന്ന പ്രൈസ് ആണ് പറഞ്ഞത് 12,500. ഞാൻ പറഞ്ഞില്ല, S25 അൾട്രനായിട്ട് ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ, അതും അത്ര ഹാൻഡി ആയിട്ടുള്ള കുഞ്ഞു ഫോൺ. ഇതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നമ്മൾ 24 അൾട്ര ആയിട്ട് കമ്പാരിസൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട്. ഒന്ന് കയറി കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സാംസങ്ങിന്റെ S സീരീസിൽ എല്ലാ മോഡലും ഇപ്പോൾ ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. S25 അൾട്ര ഉണ്ട്, S24 അൾട്ര ഉണ്ട്, 23 അൾട്ര ഉണ്ട്, 22 അൾട്ര ഉണ്ട്, 22, 21 FE, 21 പ്ലസ്, S20 FE. സാംസങ്ങിന്റെ പ്രീമിയം ഫോണുകളൊക്കെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെങ്കിൽ കയറിയിട്ട് കാണാൻ പറ്റും.